പിടികൂടിയെന്നാണ് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നത്. അതേസമയം മർദ്ദനമേറ്റ അനന്തുവിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ വീണ്ടും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി അനൽക സെയ്ദാണ് നമുക്കൊപ്പം ഈ പ്രഭാതത്തിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. അനൽക, വളരെ പ്രധാനപ്പെട്ട ഒരു CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത്. പോലീസിന്റെ വാദം പൊളിയുകയാണ്. ഒരാൾ ഓടിപ്പോകുന്നത് കാണാനാകുന്നുണ്ട്. പോലീസ് വണ്ടി വേഗത്തിൽ കുറുകെ ഇട്ടുകൊണ്ടാണ് പോലീസ് അവരെ പിടിച്ചെടുത്തത്. ഇനി പോലീസിന് എന്ത് പറഞ്ഞ് പ്രതിരോധിക്കാനാകും? അതേപോലെ തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ അനന്തുവിനെ ഈ ബേപ്പൂർ SI ആയിട്ടുള്ള ധനീഷിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മർദ്ദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതായത് കഞ്ചാവ് ബീഡി ഉൾപ്പെടെ വലിച്ചിട്ടാണ് അങ്ങനെ അത്തരം കാര്യങ്ങളാണ് FIR ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അനന്തുവിനെ മർദ്ദിക്കുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു CCTV ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമാണ്. അതായത് ബേപ്പൂർ ഹാർബർ റോഡിന് സമീപത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ പോലീസ് അനന്തുവിനെയും അതോടൊപ്പം തന്നെ മറ്റ് 2 സുഹൃത്തുക്കളെയും പിടികൂടാൻ ശ്രമിക്കുന്നത്. അതിൽ ഒരു സുഹൃത്ത് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് ദൃശ്യങ്ങൾ വ്യക്തമായി കാണുകയും ചെയ്യാം. ഇക്കാര്യത്തിൽ പോലീസ് ബൈക്കിന് പുറകെ വണ്ടിയിട്ടാണ് ഇവരെ പിടിക്കുന്നത്. പിന്നെ അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയുമായിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ അനന്തുവിനെ മർദ്ദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ ഘട്ടത്തിൽ തന്നെ അതിനുശേഷം ഈ അനന്തുവിന് മൂക്കിനും അതോടൊപ്പം തന്നെ മറ്റ് ശരീരത്തിന് മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ ചെറിയ രീതിയിൽ ക്ഷതം ഏൽക്കുകയും ചെയ്തു. അതിനുശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെ ചികിത്സ തേടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മൂക്കിനും തലയ്ക്കും പരിക്കേറ്റതിനാൽ ഇപ്പോൾ വേദനയുള്ളതിൽ വീണ്ടും അനന്തുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാര്യമായ രീതിയിലുള്ള മർദ്ദനമേറ്റു, പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് അനന്തു ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. പോലീസ് ഗുരുതരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് അനന്തുവിന്റെ ആരോപണവും. ഇപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ്. കഞ്ചാവ് വലിക്കുന്നതിനിടയിൽ പിടിച്ചു എന്നുള്ളതായിരുന്നു പോലീസിന്റെ ന്യായവാദം. അനൽക സെയ്ദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.